ഇലാൻ മസ്ക് നടപടികൾ സ്വീകരിച്ചിട്ട് അനേകം, അതായത് 2 തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് അവിടെ. ഒന്ന് കരിയർ ബ്യൂറോക്രാറ്റ്സ്. കരിയർ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ പടിപടിയായിട്ട് ഉദ്യോഗസ്ഥത്തിൽ കയറി ആ ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്നതാണ്. 2 ഇലക്റ്റഡ് ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്. ഇലക്റ്റഡ് ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് മാറി അപ്പോൾ ആ ഗവൺമെൻറ് കൊണ്ടുവന്ന് വെക്കുന്ന ഉദ്യോഗസ്ഥരാണ്. നമ്മുടെ നാട്ടിലെ പേഴ്സണൽ സ്റ്റാഫ് എന്നൊക്കെ പറയാം. അല്ല, നമ്മുടെ നാട്ടിലെ പേഴ്സണൽ സ്റ്റാഫിന് ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ഫയലിൽ ഒപ്പിടാൻ അധികാരമില്ല. ഇവർക്ക് ആ അധികാരം കൂടിയുണ്ട്. ഇവർ ശരിക്കും എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സായിട്ട് തന്നെ പണിയെടുക്കുന്നവരാണ്, അത്തരത്തിലുള്ളവരാണ്. അപ്പോൾ ഇത് ഈ ഇലക്റ്റഡ് ബ്യൂറോക്രാറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കരിയർ ബ്യൂറോക്രാറ്റ്സ് അവിടെ തുടരുകയും ചെയ്യും. അപ്പോൾ ഈ കരിയർ ബ്യൂറോക്രാറ്റ്സിൻ്റെ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ US-ൻ്റെ ഒരുപാട് ധനസഹായ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതിൽ ആവർത്തിച്ചാവശ്യപ്പെട്ടിരുന്ന കാര്യം വ്യാജ സംഘടനകൾക്കും തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ധനസഹായം ചെയ്യരുത് എന്നുള്ള കാര്യം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അവർക്കിത് ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനിപ്പോൾ പിടി വീണിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.